ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ടെൻഡറുകൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാക്കൾക്ക് കൊടുക്കാൻ ഡയറക്ടർ നരേന്ദ്രനാഥ് വെല്ലൂരി നടത്തിയത് വൻ അട്ടിമറിയാണ്. ഈ ടെൻഡറുകളിൽ നരേന്ദ്രനാഥ് തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 2022 6 ഡാമുകളിലെ വാട്ടർ സ്പോർട്സ് ടെൻഡറും ബാണാസുര ഡാമിലെ വിവിധ റൈഡുകളുടെ ടെൻഡറും ചട്ടം ലംഘിച്ചാണ് നൽകിയത്. 2022 സർക്കാരിന് കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്ത കമ്പനിയെയാണ് നരേന്ദ്രനാഥ് വെല്ലൂരി മാറ്റി നിർത്തിയത്. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. നമ്മൾ ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലൂരി ആള് കില്ലാടിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കൃത്യമായി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നരേന്ദ്രനാഥ് വെല്ലൂരി നടത്തിയത് എന്നതുകൂടി അറിഞ്ഞാൽ ചിത്രം വ്യക്തമാവും. അതുതന്നെയാണ് സുജിയ, ഗുരുതരമായ ടെൻഡർ ലംഘനമാണ് ഈ പദ്ധതികളെല്ലാം നടന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പദവിയിലിരിക്കാൻ അർഹനല്ല നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന IFS ഉദ്യോഗസ്ഥൻ. ഈ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഡയറക്ടറാണ്. KSEBയിലെ ജീവനക്കാരന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്ന് ചട്ടം തന്നെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമനം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു സുജിയ, സംസ്ഥാനത്തെ 6 ഡാമുകളിലെ വാട്ടർ സ്പോർട്സിൻ്റെ കരാറുകൾ എങ്ങനെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് കിട്ടുന്നതെന്ന്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബാണാസുര ഡാമിലെ റൈഡുകൾ, ബുൾ റൈഡും അതുപോലെ തന്നെ കുട്ടികളുടെ പെഡൽ ബോട്ടും ഉൾപ്പെടെയുള്ളവരുടെ ടെൻഡറും അതും JDSന്റെ സംസ്ഥാന നേതാവായ CH അഷ്റഫിൻ്റെ കയ്യിലേക്ക് വന്നതും എങ്ങനെയാണ് എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് സുജി അതിൻ്റെ യഥാർത്ഥ കൃത്രിമം മനസ്സിലാകുന്നത്. അതായത് ഈ ടെൻഡർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു തരത്തിലുമുള്ള മനുഷ്യരുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ഓൺലൈനിലൂടെ തന്നെ സംഭവിക്കേണ്ടതാണ്. അതിൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഫിനാൻസ് ബിഡും ഒക്കെ കഴിഞ്ഞാൽ, അതായത് ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ അതിൽ യോഗ്യതയായിട്ട് ഉള്ളത്, അർഹനായിട്ടുള്ളത് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ചട്ടം. ഈ കാര്യത്തിലാണെങ്കിൽ 2022 വാട്ടർ സ്പോർട്സിൻ്റെ കരാറിൽ സുജിയ ഏറ്റവും കൂടുതൽ റവന്യൂ ഷെയർ, അതായത് കിട്ടുന്നതിൽ കൂടുതൽ സർക്കാരിന് വാഗ്ദാനം ചെയ്ത കമ്പനി അത് മറ്റൊരു കമ്പനിയായിരുന്നു. പക്ഷേ ആ മറ്റൊരു കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന് പറയുന്ന IFS ഉദ്യോഗസ്ഥൻ അവിടെ ഒരു പ്രസന്റേഷൻ നടത്തുകയാണ്. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അവരെ വിളിക്കുന്നു. എന്നിട്ട് പോയിന്റ് കുറഞ്ഞ, അതായത് റവന്യൂ ഷെയർ കുറച്ച് കാണിച്ച കമ്പനിക്ക് ആ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു സുജിയ. ആ കമ്പനിയാണ് JDSന്റെ സംസ്ഥാന നേതാവായ CH അഷ്റഫിന്റെ കമ്പനി. അങ്ങനെയാണ് ഈ കാണുന്ന ടെൻഡറുകളെല്ലാം ഇവർ കൈക്കലാക്കുകയും ചെയ്യുന്നത് സുജിയ. എങ്ങനെയാണ് ഈ തിരിമറി എന്നതാണ് TV പ്രസാദ് വിവരിച്ചത്. അങ്ങനെ അട്ടിമറികൾ, അഴിമതി അതെവിടെയുണ്ടോ അവിടെ റിപ്പോർട്ടറിന്റെ വാർത്താസംഘം ഉണ്ടാകും. അപ്പോൾ ആ തട്ടിപ്പ് നടത്തുന്നവരൊക്കെ ജാഗ്രത.